السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله الذي أنعم علينا وهدانا إلى دين الإسلام. الصلاة والسلام عليك يا رسول الله. الحمد لله حمدا دائما أبدا. الحمد لله ثم الحمد لله. الحمد لله رب العالمين على ما كان يلهمني. الحمد لله. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഈ കേൾക്കലും പറയലും സ്വാലിഹായ അമലായി അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. നമ്മൾ ഓരോരുത്തരുടെയും ജീവിതത്തിൽ സംഭവിച്ചു പോയ എല്ലാ പാപങ്ങളും അറിഞ്ഞും അറിയാതെയും നമ്മുടെ രഹസ്യ പരസ്യങ്ങളിൽ ഇരുട്ടത്തും വെളിച്ചത്തും ഒറ്റയ്ക്കും കൂട്ടായുമൊക്കെ ധാരാളം പാപങ്ങൾ ചെയ്തു കൂട്ടിയവരാണ് നാം ഓരോരുത്തരും. അല്ലാഹു ഈ പവിത്ര സുന്ദര സംശുദ്ധമായ റജബിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു അത് വിട്ടുപുറത്തു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്നും മരണപ്പെട്ടു പോയ എല്ലാവർക്കും നമ്മൾ ഈ ചെയ്യുന്ന സൽക്കർമ്മങ്ങളുടെ സവാബ് എത്തിച്ചു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, സത്യവിശ്വാസികളെ, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അല്ലാഹു തആല എല്ലാവരുടെയും ജീവിതങ്ങളിൽ എല്ലാവിധ ബറക്കത്തും പ്രദാനിക്കുമാറാകട്ടെ. ധാരാളം പവിത്രതകളേറിയ ദിവസങ്ങൾ, സെക്കൻഡുകൾ, സമയങ്ങൾ നമ്മളിൽ നിന്നും ഇതാ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. മാത്സര്യബുദ്ധിയോടെ ആവേശത്തോടെ നന്മകൾ ചെയ്യാൻ നമ്മൾ തയ്യാറാകണം എന്ന് ആമുഖമായി ഞാൻ ഉണർത്തുകയാണ്. ഇൻഷാ അല്ലാഹ് ഓരോ വീഡിയോയും നമ്മൾ കാണുമ്പോൾ അത് വെറുതെ കേട്ട് കളയാതെ അത് എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ നാഥൻ തമ്പുരാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പരിചയപ്പെടുത്താൻ പോകുന്ന കാര്യം, ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ധാരാളം പ്രതിസന്ധികളും പ്രയാസങ്ങളും ഒക്കെ കടന്നു വരും. അതുപോലെ സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ടാവും. ഒരു മനുഷ്യന്റെ ജീവിതം അങ്ങനെയാണ്. സന്തോഷവും സമാധാനവും സങ്കടങ്ങളും ഒക്കെ നിറഞ്ഞതാണ് ഒരു മനുഷ്യന്റെ ജീവിതം എന്ന് പറയുന്നത്. അല്ലാഹു തആല എല്ലാ സങ്കടങ്ങളിൽ നിന്നും നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഒരിക്കല് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീന പള്ളിയിലേക്ക് ചെല്ലുമ്പോൾ പള്ളിയുടെ ഒരു ഭാഗത്തായി, ഒരു മൂലയിലായി ഇരുന്നു കൊണ്ട് വല്ലാതെ സങ്കടപ്പെട്ടിരിക്കുന്ന ഒരു മനുഷ്യനെ കാണുകയാണ്. വല്ലാത്ത സങ്കടപ്പെട്ട്, വിഷമത്തിൽ, പ്രയാസപ്പെട്ട്, നൊമ്പരങ്ങൾ പേറി ഒരു വ്യക്തി പള്ളിക്കകത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെയാണല്ലോ, വല്ലാത്ത പ്രയാസവും സങ്കടമൊക്കെ വരുമ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സംബന്ധിച്ചിടത്തോളം, ഉപ്പമാരെ സംബന്ധിച്ചിടത്തോളം ഓടി പള്ളിയിലേക്ക് വരും. ഒതുവെടുത്ത് പള്ളിക്കകത്ത് വന്ന് 2 റക്അത്ത് നമസ്കരിച്ച് അള്ളാഹുവിനോട് വിഷമം പങ്കുവെക്കും. ഉമ്മമാരെ സംബന്ധിച്ചിടത്തോളം ഒതുവെടുത്ത് മുസല്ലാ വിരിച്ച് 2 റക്അത്ത് നമസ്കരിച്ച് വല്ലാതെ കരഞ്ഞുകൊണ്ട് റബ്ബിനോട് നമ്മുടെ സങ്കടം പങ്കുവെക്കും. അല്ലാഹു തആല അങ്ങനെയുള്ള അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട അടിമകളുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അങ്ങനെ നോക്കുമ്പോൾ ഹബീബായ തങ്ങള് പള്ളിയിൽ നോക്കുമ്പോൾ ഒരു മനുഷ്യൻ സങ്കടപ്പെട്ടിരിക്കുകയാണ്. നോക്കുമ്പോൾ ആരാണ് അത്? അബൂ ഉമാമ റളിയല്ലാഹു തആല അൻഹു ആണ്. മുത്തുനബി തങ്ങൾ ആ സ്വഹാബിയുടെ അടുക്കൽ ചെന്നിട്ട് ചോദിച്ചു, എന്താണ് അങ്ങേക്ക് പറ്റിയത്? വല്ലാത്ത സങ്കടത്തിലാണല്ലോ അങ്ങ്. എന്തു പറ്റി അബൂ ഉമാമ? ഏകാഗ്രനായി അങ്ങ് വല്ലാതെ സങ്കടപ്പെട്ടിരിക്കുന്നല്ലോ എന്ന് ഹബീബായ തങ്ങൾ അബൂ ഉമാമ തങ്ങളോട് ചോദിച്ചപ്പോ അബൂ ഉമാമ തങ്ങൾ നബി തങ്ങളോട് പറഞ്ഞ മറുപടി ഇങ്ങനെയാണ്: നബിയെ, എന്താന്നറിയില്ല, വല്ലാത്ത മനപ്രയാസമാണ്. ഒരുപാട് സാമ്പത്തിക പ്രതിസന്ധികളെ കൊണ്ട് ഞാൻ ബുദ്ധിമുട്ടുന്നുണ്ട്. സാമ്പത്തികമായി വളരെ പ്രതിസന്ധിയിലാണ് ഞാൻ, പ്രയാസത്തിലാണ് എന്ന് നബി തങ്ങളോട് സങ്കടം പറയുകയാണ്. ഹബീബായ തങ്ങൾ ആശ്വാസത്തിന്റെ, സമാധാനത്തിന്റെ വാക്കുകൾ അവിടെ നിന്ന് ഒഴിഞ്ഞു കൊടുക്കുകയാണ്. നബി തങ്ങൾ സമാധാനിപ്പിക്കാൻ തുടങ്ങി. അബൂ ഉമാമ, നിനക്ക് നിന്റെ പ്രയാസം മാറാൻ, നിന്റെ പ്രതിസന്ധി മാറാൻ, നിന്റെ ഈ മനപ്രയാസം നീങ്ങിക്കിട്ടാൻ ഒരു അത്ഭുത മന്ത്രം ഞാൻ നിനക്ക് പറഞ്ഞു തരാമെന്ന് ബഹുമാനപ്പെട്ട മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ
അബൂ ഉമാമ തങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒരു അത്ഭുതകരമായ ദിക്റുണ്ട്. മനപ്രയാസം മാറാൻ, സാമ്പത്തിക ബുദ്ധിമുട്ട് മാറാൻ ഹബീബായ തങ്ങൾ പറഞ്ഞു കൊടുത്ത ദിക്ർ. ഇൻഷാ അല്ലാഹ് അത് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോവുകയാണ്. ഹബീബായ തങ്ങൾ എന്താണ് ഉമ്മാമ തങ്ങൾക്ക് പറഞ്ഞു കൊടുത്തെന്നറിയോ? അഫല ഉഅല്ലിമുക കലാമൻ, ഞാൻ നിനക്ക് ചില കലിമത്തുകളെ പഠിപ്പിച്ചു തരട്ടെയോ? അത് നീ പറയുമോ? അത് നീ പറഞ്ഞാൽ നിന്റെ ഹമ്മ്, നിന്റെ സങ്കടം നീങ്ങിപ്പോകും, നിന്റെ മനപ്രയാസം നീങ്ങും, നിന്റെ സങ്കടം നീങ്ങും, നിന്റെ കടം എത്രയും പെട്ടെന്ന് വീട്ടാൻ അതിനുള്ള മാർഗം റബ്ബ് പഠിപ്പിച്ചു നൽകും എന്ന് പറഞ്ഞിട്ടൊരു ദുആ പറഞ്ഞു കൊടുക്കുന്നു. നീ പ്രഭാതത്തിലും പ്രദോഷത്തിലും ഈ ദുആ ചൊല്ലുക, രാവിലെയും വൈകുന്നേരവും. എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാര്, ധാരാളം കടക്കെണികളിൽ പെട്ടുപോയ സഹോദരങ്ങളുണ്ട്, കുടുംബങ്ങളുണ്ട്. ഈ ദിക്ർ നിങ്ങൾ നിത്യമാക്കിക്കോ. രാവിലെയും വൈകുന്നേരവും, സുബഹിക്ക് ശേഷവും മഗ്രിബിന് ശേഷവും ഈ ദിക്ർ ചൊല്ലിക്കോ. അത്ഭുതകരമായ ദിക്ർ, നബിതങ്ങൾ സ്വഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്ത ദിക്ർ. ഏതാണ് ആ ദിക്ർ? അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹസൻ വഅഊദു ബിക മിനൽ അജ്സി വൽ കസൽ وأعوذ بك من الجبن والبخل وأعوذ بك من غلبة الدين وقهر الرجال. ഏതാണ് ആ ദുആ? അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹസൻ വഅഊദു ബിക മിനൽ അജ്സി വൽ കസൽ വഅഊദു ബിക മിനൽ ജുബ്നി വൽ ബുഖൽ വഅഊദു ബിക മിൻ ഗലബത്തിദ് ദൈനി വഖഹ്രിദ് റിജാൽ. ഇൻഷാ അല്ലാഹ് ഈ ദിക്ർ നിങ്ങൾ രാവിലെയും വൈകുന്നേരവും ചൊല്ലിക്കോ. മാറ്റമുണ്ടാകും പ്രിയമുള്ളവരെ. മുത്തായ തങ്ങളുടെ പൊന്നായ നാവുകൊണ്ട് പഠിപ്പിച്ച ദിക്റാണല്ലോ, ഫലം കാണുക തന്നെ ചെയ്യും. ബഹുമാനപ്പെട്ടവർ ഈ അബൂ ഉമാമ റളിയല്ലാഹു തആല അൻഹു തന്റെ ഈ ഹദീസ് പറഞ്ഞിട്ട് അവസാനത്തിൽ പറയുന്ന ഒരു വാക്കുണ്ട്, ഫഫഅൽതു ദാലിക ഫഅദ്ഹബല്ലാഹു അസ്സ വജല്ല ഹമ്മി വഖളാ അന്നി ദൈനി എന്ന് ബഹുമാനപ്പെട്ടവർ ഹദീസിൽ പറഞ്ഞു വെക്കുകയാണ്. അതായത് നബിതങ്ങൾ പഠിപ്പിച്ചത് പ്രകാരം ഞാൻ ഈ ദുആ ചൊല്ലുകയും എൻ്റെ മനപ്രയാസം നീങ്ങുകയും എൻ്റെ കടം വീട്ടുകയും ചെയ്തു, എൻ്റെ കടം വീടാനുള്ള മാർഗങ്ങൾ എളുപ്പമാവുകയും ചെയ്തു എന്ന് ബഹുമാനപ്പെട്ടവർ പഠിപ്പിക്കുകയാണ്. അങ്ങനെയുള്ള അത്ഭുതകരമായ ദിക്ർ ഇൻഷാ അല്ലാഹ് ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്നുണ്ടാവും. ആ ദുആ നിങ്ങൾ എഴുതി വെച്ച് നിങ്ങൾ പഠിക്കണമെന്ന് പ്രത്യേകം ഉണർത്തുകയാണ്. അതിൻ്റെ ഫലം കാണുക തന്നെ ചെയ്യും. അല്ലാഹു തആല അതിനുള്ള ഭാഗ്യം നസീബാക്കുമാറാകട്ടെ. ഈ കേൾക്കുന്ന അറിവുകൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ എനിക്കും നിങ്ങൾക്കും നാഥൻ തമ്പുരാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. ഈ പവിത്രമായ മാസത്തെ ആദരിക്കുന്ന, ബഹുമാനിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ റജബും കടന്നു വരുന്ന ശഅബാനും റമളാനും നാളെ പരലോകത്ത് നമുക്ക് വേണ്ടി അനുകൂലമായി സാക്ഷി നിന്ന് സ്വർഗത്തിൽ പോകാൻ ഉതകുന്ന തരത്തിലുള്ള മാസങ്ങളാക്കി, ദിവസങ്ങളാക്കി, മജ്ലിസുകളാക്കി, ബന്ധപ്പെടലുകളാക്കി ഇവകളെയൊക്കെ അല്ലാഹു തആല മാറ്റട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്തുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഇതുപോലെയുള്ള അറിവുകളുമായി അടുത്ത വീഡിയോയിൽ നമുക്ക് കണ്ടുമുട്ടാം. അല്ലാഹു തആല എല്ലാവരുടെയും പരിശ്രമങ്ങളെ സ്വീകരിക്കുമാറാകട്ടെ. ഇത് മറ്റുള്ളവരിലേക്കും നിങ്ങൾ ഷെയർ ചെയ്യുക. അല്ലാഹു തആല അതിൻ്റെയും പ്രതിഫലം നൽകുമാറാകട്ടെ. ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത ഉമ്മമാര്, സഹോദരിമാര്, എല്ലാവർക്കും ഉപ്പമാര്, എല്ലാവർക്കും അല്ലാഹു ഖൈറുകൾ നൽകുമാറാകട്ടെ. മുറാദുകൾ അല്ലാഹു ഹാസിലാക്കുമാറാകട്ടെ. രോഗങ്ങൾ അല്ലാഹു ശിഫയാക്കുമാറാകട്ടെ. അല്ലാഹു നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളും അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ആമീൻ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്തുകൊണ്ട് ഇൻഷാ അല്ലാഹ് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.